ട്രിവാൻഡ്രം പൊന്മുടി റൂട്ടിൽ ഒരു അടിപൊളി സ്റ്റേ ആണ് നിങ്ങൾ നോക്കുന്നത്, അല്ലെങ്കിൽ ഒരു വൺ ഡേ ടീം ഔട്ടിങ്ങിനൊക്കെ പറ്റിയ ഒരു പ്രോപ്പർട്ടിയിലേക്കാണ് നമ്മൾ ഈ പോകുന്നത്. നല്ലൊരു നാച്ചുറൽ വൈബാണ് ചെന്ന് കയറുമ്പോൾ തന്നെ. 3 ബെഡ്റൂം വരുന്ന ഈ പ്രോപ്പർട്ടി നല്ലൊരു ഇന്റീരിയറാണ് നമുക്ക് തരുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു വലിയ ഹാളും ആൻഡ് കയറുന്നതിൻ്റെ സൈഡിലായിട്ട് 2 റൂംസും ഉണ്ട്. 2 റൂമും അത്യാവശ്യം സ്പേഷ്യസും ഒരു നല്ല ഫ്രണ്ട് വ്യൂ നമുക്ക് തരുന്നുണ്ട്. എൻട്രൻസിന് നേരെ ഓപ്പോസിറ്റ് ആണ് അടുത്ത റൂമും വരുന്നത്. ആൻഡ് സിമിലർ ടു ദി അതർ വൺ, നല്ല സ്പേഷ്യസും പിന്നെ അതാ ഒരു ഫ്രണ്ട് വ്യൂ തരുന്നുണ്ട്. താഴത്തെ ഹാൾ അത്യാവശ്യം സ്പേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു TV ഉണ്ട്. അവിടുന്ന് നമ്മൾ മുകളിലോട്ട് ചെല്ലുമ്പോൾ ഒരു കോമോഡീസ് ഹാളാണ്. ശരിക്കും നല്ലൊരു സ്പേസ് നമുക്ക് മുകളിൽ അവർ തരുന്നുണ്ട്. പിന്നെ TVയും അതിന്റെ കൂടെ തന്നെ JBL ഒരു സ്പീക്കറുണ്ട്. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. പാട്ടൊക്കെ പാടുന്നവർക്ക് അതിനകത്ത് നല്ല രീതിയിൽ പാടി അവിടെ ആസ്വദിച്ചിരിക്കാം. അത് കഴിഞ്ഞതേ ഒരു ഫുട്ബോൾ ടേബിൾ ഉണ്ട്. അവിടുന്ന് നേരെ വരുമ്പോഴാണ് അവിടുത്തെ ബെഡ്റൂം വരുന്നത്. ആൻഡ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആണ് ഈ ബാൽക്കണി. ഈ കാണുന്നതാണ് ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും ഹൈലൈറ്റ്, കല്ലാർ റിവർ. ഈ റിവർ ഫ്രണ്ടേജ് ആണ് ഇതിന്റെ ഏറ്റവും സ്പെഷ്യൽ ആൻഡ് ആംബിയൻസ്. ഫുഡൊക്കെ അവർ തന്നെ അവിടെ പ്രൊവൈഡ് ചെയ്യും, അവർ തന്നെ അവിടെ വെച്ച് ഉണ്ടാക്കുന്നതാണ്. സോ ഇറ്റ്സ് ടു ഗുഡ്. ഞങ്ങൾ കഴിച്ചതെല്ലാം ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഫുഡൊക്കെ അടിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കണമെന്ന് തോന്നുമ്പോൾ ഈ ചേട്ടനോട് പറഞ്ഞാൽ നമ്മുടെ കല്ലാർ ആർട്ടിലോട്ട് കൊണ്ടുപോകും. പുള്ളി നമ്മുടെ കൂടെ തന്നെ കാണും. കാരണം നമ്മൾ സേഫ് ആണെന്ന് അവർക്കൊരു വിശ്വാസം വേണമല്ലോ. ആൻഡ് ഇവിടെ ഇറങ്ങുന്നത് നല്ല സേഫ് ആണെന്നാണ് പുള്ളി പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഇറങ്ങിയത്. ആൻഡ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ട്രസ്റ്റ് മീ ഗായ്സ്, ദാറ്റ്സ് ദ ബെസ്റ്റ് ഫീലിംഗ്. അത്രയ്ക്കും റിഫ്രഷിംഗ് ആയിരുന്നു. ആൻഡ് ഇറ്റ്സ് ഓൾസോ സേഫ്. ഇവരുടെ ഹോസ്പിറ്റാലിറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടാണ് ഞങ്ങളെ അവർ ട്രീറ്റ് ചെയ്തത്. സോ എന്തുകൊണ്ടും ഒരു ഹൈലി റെക്കമെൻഡഡ് പ്രോപ്പർട്ടിയാണ്. സോ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അങ്ങനെ ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യല്ലേ. ബൈ ബൈ.